ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോഴിക്കും ആടിനൊക്കെ ഇങ്ങനെ ആട്ടപ്പൊടി ബാക്കി വരുന്നത് നന്നായി വേവിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആടിന് വെള്ളം കാട്ടുന്ന ചെമ്പന്നെ എടുത്തിട്ട് അത് പൊട്ടിച്ച് ഇട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കും കേട്ടോ. എന്നിട്ട് തന്നെയാണ് വേവിക്കാറ്. അങ്ങനെ നന്നായി ഒന്ന് വെന്തതിന് ശേഷം അത് ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേവിച്ചതാകുമ്പോൾ ആടിന് കുഴപ്പമുണ്ടാവില്ല. കോഴികൾക്ക് വേവിക്കണം നിർബന്ധമില്ല. ഇങ്ങനെ ആട്ടപ്പൊടി തന്നെ കുഴച്ച് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ ആടുകൾ പോയി തിന്നണ കാരണം വേവിച്ചിട്ടാണല്ലോ അങ്ങനെ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് പിന്നെ ആടിൻ്റെ വെള്ളത്തിൽ വിടലുണ്ട്, തവിടിൽ ചേർത്ത് കൊടുക്കലുണ്ട്, കോഴിക്കും കൊടുക്കും. അങ്ങനെ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ബാക്കി വരുമ്പോൾ പിന്നെ അതൊക്കെ ഇറക്കി വെച്ചപ്പോൾ എന്തൊക്കെ ഇറക്കി വെച്ചപ്പോൾ അടുപ്പത്ത് തന്നെ ഗോതമ്പ് വേവിക്കാൻ വെച്ചിട്ട് ഗോതമ്പ് രാവിലെ പിന്നെ ചെമ്പിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് വേവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉച്ച വരെയുള്ള പണികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് നന്നായി വെന്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഇറക്കിയിട്ട് അകത്ത് കൊടുന്ന് വെക്കുക ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ അടുപ്പിൽ വെള്ളമൊക്കെ തെളിച്ച് തീ ഇങ്ങനെ തീപ്പൊരിയൊന്നും പാറാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് അങ്ങനെ പോരുക ചെയ്യുക. അപ്പോൾ കുറേ നേരം കിടന്ന് വേവണം. അപ്പോൾ ഗോതമ്പ് തിളയ്ക്കണ വരെ ഈ ചെറിയ ചുള്ളൽ വിറകൊക്കെ ഇട്ട് കത്തിച്ച് തിളച്ചതിന് ശേഷം ഞാൻ ചെതൽ പിടിച്ച വിറക് അവിടെ ഇവിടെയൊക്കെ കിടന്നിരുന്നു, അതൊക്കെ എടുത്ത് കൊടുത്ത് കൊത്തിയിട്ട് അത് വെച്ച് കൊടുക്കുക ചെയ്തിട്ട്. അപ്പോൾ അതവിടെ കിടന്ന് ഇങ്ങനെ വേവുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കും. തോനെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടി പിടിക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ ഭാഗമൊക്കെ ഒന്നാണ്ട് അടിച്ച് വാരി, ഞാൻ അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല കേട്ടേക്ക് അടിച്ച് വാരാൻ. അങ്ങനെ കാലത്ത് തന്നെ അടിച്ച് വാരാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എപ്പോഴാണോ സമയം കിട്ടി എപ്പോഴാണ് അടിച്ചു വാരുക കേട്ടോ. അത് അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തെ പണി ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടുംകൂടൊക്കെ വൃത്തിയാക്കി, ആട്ടുംകൂടിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കി, പിന്നെ എല്ലാവർക്കും ഇലയൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടാ. അങ്ങനെ ഗ്രില്ല് അടച്ചിട്ടിട്ടാണ് ഇപ്പോൾ വെള്ളം കട്ടേണ്ട സമയമായി. 12 മണി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഗോതമ്പ് എന്താ നോക്കുമ്പോൾ ഒരുവിധമൊക്കെ വെന്തിരിക്കുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന വിറകും കൂടി വെച്ച വിറകും കൂടി കത്തി തീരുന്ന വരെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ അടുപ്പത്ത് ഇടുക ചെയ്യട്ടെ. അങ്ങനെ കിടന്ന് എത്ര വെന്താൽ അത്രയും നല്ലതാട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആടിന് വെള്ളം കാട്ടാനും അങ്ങനെ എല്ലാത്തിനും പോയി. പിന്നെ ഇലയൊക്കെ കെട്ടി റെഡിയാക്കിയിരിക്കുന്നു കേട്ടോ. ഞാൻ കൂടുതലും ഈ ഗോതമ്പ് വേവിക്കുക തീറ്റ കൊടുക്കാൻ കുറവുള്ള ദിവസമാണ് കേട്ടോ. ഇലയൊക്കെ കുറവുള്ള ദിവസമാണ് ഗോതമ്പൊക്കെ വേവിച്ച് കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.